സാർ, ഈ കാനഡയിലെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാനഡയിലെ അവസ്ഥ എന്നല്ല, ജസ്റ്റിൻ ട്രൂഡോയുടെ അവസ്ഥ. അവിടെ ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരായിക്കൊണ്ടുള്ള വികാരം ഇങ്ങനെ ഉയർന്നു വരികയാണ്. അദ്ദേഹം ഈ പറയുന്നത് പോലെ സിഖുകാർക്ക് അനുകൂലമായി ചില പ്രസ്താവന പറഞ്ഞു, ഇന്ത്യ വിരുദ്ധമായ പല കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. അതിനിടയിൽ അമേരിക്ക കയറി നല്ല പണി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും പണി കിട്ടിയിരിക്കുകയാണ്. എന്തായിരിക്കും ജസ്റ്റിൻ ട്രൂഡോയുടെയും കാനഡയും ഒരു ഭാവി? ഏറ്റവും പുതിയ സംഭവം, ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പിന്തുണ നൽകി വന്നിരുന്ന സിഖ് വിഭാഗത്തിൻ്റെ പാർട്ടിയായ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി NDP, അതിൻ്റെ നേതാവ് പിന്നെ ജഗ്മീത് സിംഗ്, അദ്ദേഹം ജസ്റ്റിൻ ട്രൂഡോ ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിച്ചു. അവർ അവിടുത്തെ ഒരു വലിയ ശക്തിയാണ്. അവരുടെ പിന്തുണ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പോകും. 170 അംഗങ്ങൾ വേണം. ഇദ്ദേഹത്തിന് 153 പേരേ ഉള്ളൂ. ഇപ്പോൾ ഈ സിഖ് പാർട്ടിയുടെ പിന്തുണ ഇല്ലെങ്കിൽ ആ ഗവൺമെൻറ് വീഴും. അവർ പിന്തുണ പിൻവലിച്ചിട്ട് ഏതാനും ആഴ്ചകളായി. എങ്കിലും അവിശ്വാസം വന്നാൽ പിന്തുണയ്ക്കത്തില്ലെന്നും ബില്ലുകൾ പാസ്സാക്കാൻ അനുകൂലിക്കുമെന്നും ഒരു നിലപാടായിരുന്നു അവർക്ക്. കഴിഞ്ഞ ദിവസം അവർ അതിൽ നിന്നും പിന്മാറി. എന്ന് മാത്രമല്ല, 27-ാം തീയതി ശീതകാല സമ്മേളനം തുടങ്ങാൻ പോകുന്ന അവസരത്തിൽ ട്രൂഡോ മന്ത്രിസഭയ്ക്കെതിരെ അവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചു. അവർ തന്നെ കൊണ്ടുവരും. അവർ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ യാഥാസ്ഥിക കക്ഷി കൺസർവേറ്റീവ്, അതാണ് പ്രധാന പ്രതിപക്ഷം, അവർ അതിനെ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ കാലാവധി ഈ ശീതകാലം അതിജീവിക്കില്ല എന്നാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഇപ്പോൾ 2 അവസരമേ ഉള്ളൂ. ജസ്റ്റിൻ ട്രൂഡോയുടെ മുന്നിൽ 2 അവസരമേ ഉള്ളൂ. ഒന്നുകിൽ അവിശ്വാസ പ്രമേയം പാർലമെൻറ്റിൽ എത്തുന്നതിന് മുമ്പേ രാജിവെക്കുക, അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തോടെ 27-ാം തീയതി തന്നെ ഔട്ടാകുക. ഈ 2 മാർഗമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് അതിരസകരമായ സംഭവം, ഡൊണാൾഡ് ട്രംപ് 20-ാം തീയതി US പ്രസിഡൻ്റാകാൻ പോവുകയാണ്. അദ്ദേഹം ഇതിനിടയ്ക്ക് പറഞ്ഞു, ഈ കാനഡ എന്തിനാ ഇങ്ങനെ ഒരു രാജ്യമായിട്ടിരിക്കുന്നതിന്, ഞങ്ങളുടെ ഒരു സ്റ്റേറ്റ് ആയിക്കും, ഗവർണറാക്കാം. അയാൾ പ്രൈം മിനിസ്റ്റർ എന്ന് പോലും വിളിക്കുന്നില്ല. ജസ്റ്റിൻ ട്രൂഡോ വിളിക്കുന്നത് കാനഡ ഗവർണർ എന്നാണ്. ആസിഫ്, അമേരിക്കയുടെ 51-ാമത്തെ സ്റ്റേറ്റാണ് കാനഡ എന്ന അർത്ഥത്തിലാണ് ട്രൂഡോയെയും ഗവൺമെൻറ്റിനെയും ട്രംപ് കാണുന്നത്. അല്ലയോ പ്രിയപ്പെട്ട ഗവർണർ എന്നാണ് അഭിസംബോധന ചെയ്തത്. ജസ്റ്റിൻ ട്രൂഡോയെ അവരുടെ എല്ലാ സ്റ്റേറ്റിൻ്റെയും തലവൻ ഒരു ഗവർണറാണല്ലോ. അവർ അതുപോലെ ഒരു സ്റ്റേറ്റായിട്ട് കരുതിക്കൊണ്ട് അത് വേണമെങ്കിൽ പോരുന്നോളൂ എന്നാണ്, വിലക്കെടുത്തോളാമെന്നാണ് പറഞ്ഞത്. ഇപ്പം ട്രംപ് പല തമാശയും പറയുന്നു, ഗ്രീൻ ലാൻഡ് വിലക്കെടുത്തോളാം, പനാമ കനാലിൻ്റെ കൺട്രോൾ വേണം. അതിന് ഉള്ളി സാമ്രാജ്യത്തെ മോഹമായിട്ട് തന്നെ പല സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും അതിനു മുമ്പ് തന്നെ ഗവർണർ എന്നാണ് പ്രൈം മിനിസ്റ്റർ വിളിക്കുന്നത് തന്നെ. അപ്പോൾ കാനഡയ്ക്ക് അത്രയും പരിഗണനയെ അമേരിക്ക കൊടുക്കുന്നുള്ളൂ, വരാൻ പോകുന്ന ഗവൺമെൻറ് പ്രത്യേകിച്ച്. ഇപ്പോഴത്തെ അവിടുത്തെ ആഭ്യന്തര സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. ഈ ഖലിസ്ഥാൻ മൂവ്മെൻറ്റിൻ്റെ ഇഷ്യൂവിൽ ഇവരുടെ സിഖ് അനുകൂല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടി ഇന്ത്യയോടുള്ള സൗഹൃദം പോലും മറന്ന് ഇന്ത്യ വിമർശിച്ച ആളാണ് ജസ്റ്റിൻ ട്രൂഡോ. അന്ന് മുതലേ അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് വേണേൽ പറയാം. ഇന്ത്യയിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വിമാനം കേടായി യാത്ര മുടങ്ങി ഡൽഹിയിൽ തങ്ങേണ്ടി വന്നു. അതിനുശേഷം അവിടെ പോയിട്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകി. അന്ന് ജോ ബൈഡനും ഒരു പ്രായണ കാനഡയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നൊരു സ്ഥിതിയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ലോകം വിചാരിച്ചു ഈ കാനഡ പറയുന്നതായിരിക്കും കറക്റ്റെന്ന്. അപ്പോൾ പാകിസ്ഥാൻ മാത്രമേ ഉള്ളായിരുന്നു ഓപ്പണായിട്ട് അവരെ അനുകൂലിക്കാൻ. എങ്കിലും പാകിസ്ഥാനും അമേരിക്കയും കാനഡയും കൂടിയെടുത്ത ഒരു നിലപാട് ഇന്ത്യക്ക് ഒട്ടും ഗുണകരമായിരുന്നില്ല. ഇന്ത്യക്ക് എതിരായിട്ട് ഇന്ത്യയിലെ ഒരു വിഘടനവാദമാണ് ഖലിസ്ഥാൻ പ്രസ്ഥാനം. ഖാലിസ്ഥാൻ ഒരു പ്രത്യേക രാഷ്ട്രമാണെന്ന് വാദിക്കുന്നവരാണ്. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ ഉയർന്നു വന്നപ്പോൾ അവർ അടിച്ചമർത്തിയതാണ്. എന്നാൽ പഞ്ചാബിൽ നിരന്തരം 10 കൊല്ലം കാലം ഭീകരപ്രവർത്തനമായിരുന്നു. എല്ലാ ദിവസവും അനേകം കൊലപാതകങ്ങളും ഏറ്റുമുട്ടലുകളും നടന്നു. സന്ത് ജർണയിൽ സിംഗ് പിന്തരൻ ബാലയെ പോലൊരു ഭീകരൻ സ്വർണ്ണ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്നു. അവിടെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വന്ന കഥ നമുക്കറിയാം. അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിലാണ് കലാശിച്ചത്.
അപ്പോൾ അത് അടിച്ചമർത്തപ്പെട്ടിരുന്നു. രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ സിഖ് കലാപം രാജീവ് ലോങ്കോവാൾ അക്കോർഡ് വളരെ പ്രസിദ്ധമാണ്. പഞ്ചാബിലെ സമാധാനം സ്ഥാപിച്ചെടുത്ത ഒരു കരാറായിരുന്നു അത്. അത് ഏറെക്കുറെ പിന്നെ അവസരങ്ങളില്ലാതെ പോവുകയായിരുന്നു. ഖലിസ്ഥാൻ മൂവ്മെൻറ്റിൽ അകപ്പെട്ടിരുന്ന ഭീകരന്മാരെല്ലാം ഒന്നിൽ യൂറോപ്പിലേക്ക് ഇല്ലെ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയി. കൂടുതലും കാനഡയിലേക്കാണ് പോയത്. കാനഡയിൽ ഈ കാർഷിക മേഖലയിൽ ജോലി ചെയ്യാൻ ഭൂമി സൗജന്യമായി കൊടുക്കും. അങ്ങനെ സിഖുകാർ കൃഷിയിൽ ഒരു വിദഗ്ധന്മാരെ എല്ലാ മേഖലയിലും അവർ കൈത്തൊഴിലെല്ലാം വിദഗ്ധന്മാരാണ്. അപ്പോൾ അവർക്ക് അവിടെ ധാരാളം ഭൂമി കിട്ടി കൃഷി ചെയ്യാൻ. അഗ്രികൾച്ചർ BSc ഒന്നും പാസ്സാകണ്ട, അല്ലാതെ തന്നെ കൃഷിയിലൊരു നോഹൗ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവിടുത്തെ പ്രതികൂല കാലാവസ്ഥയിലെ കൃഷി ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അവിടെ ഇഷ്ടം പോലെ ഭൂപ്രദേശം കിട്ടും. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് വിലയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ധാരാളം സിഖുകാരവിടെ കർഷകരായിട്ട് പൗൾട്രിയിലും അഗ്രികൾച്ചറിലും ഒക്കെ വ്യാപൃതരായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റിയായി കാനഡയിൽ വളരുകയും അവരൊരു വോട്ട് ബാങ്കായി തീരുകയും അവർക്ക് സ്വന്തമായി NDP എന്നൊരു പാർട്ടി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അതിലേതോ ഒരാൾ അവിടെ ഒരു ഏറ്റുമുട്ടലിലോ അല്ലാതെ കൊല്ലപ്പെട്ടതാണ് ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനെതിരെ തിരിയാൻ കാനഡ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അവരുടെ മണ്ണിൽ അങ്ങനെ ഒരു കൊലപാതകം അവരുടെ ഒരു പൗരന് ഉണ്ടായത് ആണ് അവർ ഈ ട്രൂഡോ ഇഷ്യൂ ആയിട്ട് കൊണ്ടുവന്നത്. പക്ഷേ അത് ഇതിനകത്ത് ഇന്ത്യക്ക് ഔദ്യോഗികമായോ അല്ലാതെ എന്തെങ്കിലും ഒരു റോളുണ്ടെന്ന് ഇന്ത്യ ഗവൺമെൻറ് ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു വശത്ത് നടക്കേ ആണ് ട്രൂഡോ ഗവൺമെൻറ്. ട്രൂഡോ 9 വർഷമായിട്ട് കാനഡയുടെ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഈ 10 വർഷം തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ അധികാരത്തിൽ നിന്ന് പോകേണ്ടി വരും. ഇല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് നേരിട്ടാൽ മതിയായിരുന്നു. തിരഞ്ഞെടുപ്പ് സെപ്റ്റംബറിലോ മറ്റോ ആണ് വരാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഒഴിയാൻ നിർബന്ധിതനായിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ എന്തുകൊണ്ടായിരിക്കും ഈ സിഖ് കക്ഷി ട്രൂഡോയ്ക്ക് പിന്തുണ പിൻവലിക്കാനുള്ള അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇദ്ദേഹം ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നപ്പോൾ ട്രംപിൻ്റെ നികുതി നിർദ്ദേശങ്ങളൊക്കെ വരാൻ പോവുകയാണ്. ഇദ്ദേഹത്തിന് ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്ന നികുതി നയങ്ങളിലെ നേരിടാനുള്ള കഴിവില്ല. ഇദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് അതിന് പര്യാപ്തമല്ല. ഈ നേതൃത്വവും അത് അവിടുത്തെ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യവും ആയിരുന്നു. അപ്പോൾ ട്രംപ് അത് അമേരിക്കയിൽ വീണ്ടും ജയിച്ചു വന്നപ്പോൾ അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്, അവിടെ നയമെല്ലാം മാറി. ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടിയാണ്. അപ്പോൾ ലിബറൽ പോളിസിക്കെതിരാണ് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ. ഡെമോക്രാറ്റ്സ് ലിബറൽ പാർട്ടിയുടെ നയങ്ങളുമായിട്ടൊക്കെ സഹിച്ചു പോകും, സ്വീകരിക്കും. പക്ഷേ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ട്രംപിൻ്റെ ഒരു അഗ്രസീവ് നേച്ചറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ ഇറക്കുമതി കയറ്റുമതി നികുതി പരിപാടികളെല്ലാം വരുമ്പോൾ അതിനെ നേരിടാനുള്ള കെൽപ്പ്. അതുകൊണ്ടാണല്ലോ വളരെ നിസ്സാരമായിട്ട് കാനഡ വേണമെങ്കിൽ ഞങ്ങളുടെ 51ാമത്തെ സ്റ്റേറ്റായിക്കോ എന്നൊക്കെ പറയുകയും അവിടുത്തെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഗവർണറെ എന്ന് വിളിക്കുകയും നമ്മൾ പിണറായി വിജയനെ ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരു ആൾ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേർന്നോട്ട് എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പദവി വെച്ച് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയായിരുന്നു, കളിയാക്കലല്ലേ അത്. അപ്പോൾ ആ തരത്തിൽ കൊച്ചാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങൾക്കും ഇത് മനസ്സിലായി. അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ പ്രായം കുറഞ്ഞൊരു പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇന്ത്യക്കെതിരായി തിരിഞ്ഞപ്പോഴേ അവിടുത്തെ ജനങ്ങളിൽ ഒരു ഭൂരിഭാഗവും ഇദ്ദേഹത്തിൻ്റെ നയത്തെ വിമർശിക്കാൻ തുടങ്ങി. പ്രതിപക്ഷം പ്രത്യേകിച്ച്, കൺസർവേറ്റീവ് പാർട്ടി പ്രത്യേകിച്ച്. ഒരു സൗഹൃദ രാഷ്ട്രത്തെ ശത്രു വളയത്തിലെത്തിച്ചു എന്നായിരുന്നു ഇന്ത്യ വിരുദ്ധ നിലപാടിന് എതിരെ ആ രാജ്യത്ത് നിന്ന് കനേഡിയൻ പൗരന്മാരിൽ നിന്ന് ഉയർന്ന വിമർശനം. പിന്നെ ട്രംപ് കൂടി അയൽ രാജ്യത്ത് വീണ്ടും പ്രസിഡൻ്റാകാൻ പോകുമ്പോൾ അദ്ദേഹത്തെ നേരിടാനുള്ള കരുക്കളൊന്നും ഈ ലിബറൽ പാർട്ടി നേതാവായ ട്രൂഡോയുടെ കയ്യിലില്ല എന്ന് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വം മാറിയാലേ കാനഡയുടെ ഭാവിക്കും ഗുണമായി തീരുമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു. അതാണ് പ്രധാന കാര്യം.
അപ്പോൾ കഴിവുകെട്ടൊരു പ്രധാനമന്ത്രിയാണ് ഇപ്പം കാനഡയിലുള്ളത് എന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതെ, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ ട്രൂഡോ കടന്നു കൂടെ നിന്ന ഒരു കക്ഷി, 23 അംഗങ്ങളുള്ള ഒരു കക്ഷി, സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഇത് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്കെതിരെ ഒരു കാര്യവുമില്ലാതെ സ്വന്തം നേട്ടത്തിന് വേണ്ടി വിമർശനം ഉന്നയിക്കുമ്പോൾ ഇങ്ങനൊരു പണി ട്രൂഡോയും പ്രതീക്ഷിച്ചു കാണില്ല. എന്തായാലും കാനഡയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, 20-ാം തീയതി ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.